കേരള സംസ്ഥാനത്തെ നിക്ഷേപ സൗഹൃദമാക്കിയതിൽ റോഡ് വികസനവും വ്യവസായ വളർച്ചയും മഹത്തായ പങ്കാണ് നിർവഹിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു. മലയോര ഹൈവേ പണി പൂർത്തിയാക്കിയ കോടഞ്ചേരി കക്കാടംപൊയിൽ റീച്ചിന്റെ ഉദ്ഘാടനവും മലപ്പുറം കോടഞ്ചേരി റീച്ചിന്റെ നിർമ്മാണ ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ രാജ്യത്തെ അതിവിശദമായ പരിശോധനയ്ക്ക് ശേഷമാണ് നമ്മുടെ സംസ്ഥാനത്തെ നിക്ഷേപ സൗഹൃദ കാര്യത്തിൽ നമ്പർ 1 എന്ന സംസ്ഥാനം അംഗീകരിച്ചത്. ഇത് ശുപാർശ കൊണ്ടോ ഏതെങ്കിലും വിധത്തിലുള്ള പക്ഷപാതത്തിലൂടെയോ കിട്ടിയതല്ല. ഉയർന്ന നിലയിൽ അംഗീകാരം ലഭിക്കുന്ന രീതിയിൽ നമ്മുടെ യോഗ്യത വളർന്നു കഴിഞ്ഞു. 2016 മുതൽ നാം നടത്തിയ തുടർച്ചയായ പ്രവർത്തനമാണ്. അതിൻ്റെ ഭാഗമായി 10 നിയമങ്ങളിൽ ഭേദഗതി ഉണ്ടായി. ഒരുപാട് ചട്ടങ്ങളും ഭേദഗതി ചെയ്തു. അതിലൂടെ സൗഹൃദ സംസ്ഥാനമായി കേരളം എത്തിക്കഴിഞ്ഞു എന്നും പിണറായി വിജയൻ പറഞ്ഞു. കേരളത്തിൽ നിക്ഷേപം നടത്താൻ തയ്യാറായി ഇങ്ങോട്ട് വരും. അദ്ദേഹം നിക്ഷേപം നടത്താൻ കണ്ട സ്ഥലമുണ്ട്, ആ സ്ഥലത്തേക്ക് പുറപ്പെടുന്നു. അപ്പോഴാണ് കേട്ട കേരളവും ഇപ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന കേരളവും രണ്ടാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നത്. കാരണം മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. എത്രയോ മണിക്കൂറുകൾ റോഡിൽ കഴിയേണ്ടി വരും. ഏതായാലും അദ്ദേഹം യാത്ര പൂർത്തിയാക്കുന്നു. പക്ഷെ ആ യാത്രയോടെ അദ്ദേഹം ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു. ഇവിടെ നിക്ഷേപം വേണ്ട, എന്തിനീ ബുദ്ധിമുട്ടൊക്കെ സഹിച്ച് യാത്രക്ക് പോലും സൗകര്യമില്ലാത്ത ഈ നാട്ടിൽ നിക്ഷേപം നടത്തുന്നു. അടുത്ത സംസ്ഥാനത്തേക്ക് പോകുന്നു. അവർ 2 കൈയും നീട്ടി സ്വീകരിക്കുന്നു. ഇത് സ്ഥാപനത്തിൻ്റെ പേരും ആളുടെ പേരൊന്നും പറയുന്നില്ലെങ്കിലും നമ്മുടെ കേരളത്തിൽ സംഭവിച്ച യാഥാർത്ഥ്യങ്ങളാണ്, വസ്തുതകളാണ്. നടക്കാൻ പോകില്ലെന്ന് പലരും പ്രചരിപ്പിച്ച പദ്ധതികളാണ് കൺമുൻപിൽ നടപ്പായിക്കൊണ്ടിരിക്കുന്നതെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലയിലെ വികസനം എന്നുള്ള നിലയിൽ മാത്രം ഈ പദ്ധതിയെ കാണാൻ നമുക്ക് സാധിക്കും. ഈ തിങ്ങിക്കൂടിയ ജനാവലി ഈ നാടിൻ്റെ സന്തോഷവും ആവേശവും ഞങ്ങൾക്ക് കൂടി പകർന്നു നൽകുകയാണ്. മലയോര മേഖലയിൽ വികസനത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ ആവശ്യമായി കണ്ട മലയോര ഹൈവേ 2016 തന്നെ LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ പ്രകടന പത്രികയിൽ ചൂണ്ടിക്കാട്ടി എന്നുള്ള നിലയിൽ നടപ്പിലാക്കുമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉറപ്പു നൽകിയിരുന്നു. നടക്കില്ല എന്ന് പലരും പ്രചരിപ്പിച്ചൊരു പദ്ധതിയാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഞാനിവിടെ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നു. ലിൻഡോ ജോസഫ് MLA, മുൻ MLA ജോർജ് M. തോമസ്, കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആദർ ജോസഫ്, പുതുപ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നജ്മുനിസ ഷരീഫ്, കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ്, തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു. 34 കിലോമീറ്റർ ദൈർഘ്യമുള്ള കോടഞ്ചേരി കക്കാടംപൊയിൽ റീച്ചാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. കേരള റോഡ് ഫണ്ട് ബോർഡാണ് പദ്ധതിയുടെ നിർവഹണ ഏജൻസി. ഊരാലുങ്കൽ ലേബർ സൊസൈറ്റിയാണ് റീച്ചിന്റെ നിർമ്മാണം കരാറെടുത്ത് പൂർത്തിയാക്കിയത്. M. ഉണ്ണിച്ചക്കു, എൻലൈറ്റ് ന്യൂസ്, മുക്കം.